നമസ്കാരം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ കേരളത്തിൻ്റെ ഭരണ രാഷ്ട്രീയ മണ്ഡലങ്ങളെ അത്യന്തം ഗൗരവകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നയിക്കുന്നത്. കേവലം സാമ്പത്തിക കുറ്റകൃത്യം എന്നതിലുപരിയായി രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെയും ആരാധനാലയങ്ങളിലെ വിശുദ്ധ വസ്തുക്കളെയും ഒക്കെ തന്നെ വിദേശത്തേക്ക് കടത്താൻ ഭരണകൂട സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞിടയ്ക്ക് മനോരമ ദിനപത്രം റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളും സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകളുമൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഒരു വൻ ക്രിമിനൽ ഗൂഢാലോചനയിലേക്കാണ്. വിദേശത്തു നിന്ന് നയതന്ത്ര ബാഗേജുകളൊക്കെ തന്നെ വഴി സ്വർണം എത്തിയതിന് സമാനമായി ഇന്ന് പരിശോധനകൾ കൂടാതെ വിദേശത്തേക്ക് അയച്ച പാഴ്സലുകളിൽ സംസ്ഥാനത്തെ പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കളും സ്വർണവും ഉൾപ്പെട്ടിരുന്നുവെന്ന സംശയം കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ ഒരു വിവാദത്തിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വശം അത് ശബരിമലയിലെ സ്വർണ്ണ നഷ്ടവുമായി ഇതിനുള്ള ബന്ധമാണ്. 2019 ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം 30 കിലോഗ്രാം സ്വർണത്തിൻ്റെ കുറവുണ്ടായതായിട്ട് രേഖകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതുവരെ ഔദ്യോഗികമായിട്ട് കണ്ടെത്താനായിട്ടുള്ളത്. ശ്രീകോവിലിൻ്റെ ദ്വാരപാലക ശില്പങ്ങളിലും മറ്റുമൊക്കെ പതിപ്പിച്ചിരുന്ന തങ്കപ്പാളികൾ വ്യാപകമായിട്ട് മോഷണം പോയെന്നും അതിനു പകരമായിട്ട് ചെമ്പുപാളികൾ സ്ഥാപിച്ചുവെന്നുമുള്ള ആരോപണം വിശ്വാസി സമൂഹത്തിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സ്വർണവും അനുബന്ധ പുരാവസ്തുക്കളും നയതന്ത്ര ചാനലുകൾ വഴി വിദേശത്തേക്ക് കടത്തപ്പെട്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോൺസുലേറ്റിൽ നിന്ന് മടക്കയാത്ര നടത്തിയ നയതന്ത്ര ബാഗേജുകളുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം ലഭിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പ്രോട്ടോകോൾ സംവിധാനങ്ങൾ പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടുവെന്നതാണ് ഈ സംഭവത്തിലെ ഭരണപരമായിട്ടുള്ള വീഴ്ചയെ വ്യക്തമാക്കുന്നത്. സാധാരണഗതിയിൽ അതീവ സുരക്ഷയോടെ കൈകാര്യം ചെയ്യേണ്ട നയതന്ത്ര പാഴ്സലുകൾ ഭരണകൂടത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള പിന്തുണയില്ലാതെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ സാധിക്കില്ല. സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥർക്ക് അർഹതയില്ലാതെ നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ അനുവദിച്ചതും അവർ കോൺസുലേറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടതും ഈ ഗൂഢാലോചനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അന്നത്തെ പ്രോട്ടോകോൾ ഓഫീസറുടെ മൊഴികൾ പ്രകാരം കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയും ആവശ്യമായ സീലോ ഒപ്പുകളോ ഇല്ലാതെയും പാഴ്സലുകൾ വിമാനത്താവളം വഴി കടത്തിയിട്ടുണ്ട്. ഗ്രീൻ ചാനൽ സൗകര്യം ഉപയോഗപ്പെടുത്തി നടന്ന ഈ നീക്കങ്ങൾ രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന വിഷയമായിട്ടാണ് കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായിട്ടുള്ള സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവർക്ക് ഈ പുരാവസ്തു കടത്തിൽ നേരിട്ടുള്ള പങ്കുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. കോൺസുലേറ്റിലെ പഴയ സ്കാനിംഗ് റിപ്പോർട്ടുകളും CCTV ദൃശ്യങ്ങളും വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ പാഴ്സലുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കേവലം രാഷ്ട്രീയ ആരോപണമല്ലെന്നും മറിച്ച് ഭരണകൂടത്തിൻ്റെ തണലിൽ നടന്ന സംഘടിതമായിട്ടുള്ള ഒരു കൊള്ളയാണെന്നും തെളിയിക്കപ്പെട്ടാൽ അത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുന്നതായിരിക്കും. ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സംരക്ഷണത്തിലും ഭരണനിർവഹണത്തിലുമൊക്കെ തന്നെ സർക്കാർ പരാജയപ്പെട്ടുവെന്ന വാദത്തിന് ഇത് കരുത്തു പകരും. പൊതുസമൂഹത്തെയും അയ്യപ്പ ഭക്തരെയും സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു അഴിമതി കഥയല്ല, മറിച്ച് തങ്ങളുടെ വിശ്വാസത്തിന്മേൽ നടന്ന കടുത്ത വഞ്ചനയാണ്. വിഗ്രഹങ്ങളിൽ നിന്ന് സ്വർണം അടർത്തി മാറ്റി പകരം ചെമ്പ് സ്ഥാപിച്ചുവെന്ന ആരോപണം തെളിയിക്കപ്പെട്ട അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അത് പ്രവചനാതീതമായിരിക്കും. സ്വപ്ന സുരേഷും മറുനാടൻ മലയാളി എഡിറ്റർ സാജൻ സ്കറിയയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതോടെ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ വഴി തുറന്നിരിക്കുകയാണ്. നയതന്ത്ര ബാഗേജുകൾ വഴി എന്തൊക്കെ വസ്തുക്കളാണ് കടത്തിയതെന്നും ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്നും ഒക്കെ തന്നെ ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് വ്യക്തമാകുന്നു. സ്വർണ്ണക്കടത്തിന് പിന്നിലെ വലിയ സ്രാവുകളെ പിടികൂടാൻ ഈ പുതിയ വിവരങ്ങൾ സഹായിക്കുമെന്നാണ് പൊതുജനങ്ങളുടെയൊക്കെ തന്നെ പ്രതീക്ഷ. ഏതായാലും ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി അത് പുറത്തു കൊണ്ടുവരിക എന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമായിരിക്കെ വരും ദിവസങ്ങളിലെ അന്വേഷണ പുരോഗതി കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റാൻ സാധ്യതയുണ്ട്. സ്വപ്ന സുരേഷിൻ്റെ മൊഴികളും ഫോൺ സംഭാഷണങ്ങളും വിശകലനം ചെയ്യുമ്പോൾ ഇതിലേക്ക് വലിച്ചിഴച്ചവർ കൂടി നിയമത്തിന് മുന്നിൽ വരണമെന്ന കർക്കശമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. വിശ്വാസികളെയും പൊതുജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഭരിക്കുന്ന സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ മറുപടി പറയേണ്ടി വരും. ശബരിമലയിലെ സ്വർണം എങ്ങോട്ട് പോയി, ആരാണ് ഇതിൽ നിന്ന് ലാഭം കൊയ്തത് എന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കാതെ ഈ വിവാദം അടങ്ങില്ലെന്ന് ഉറപ്പാണ്.